ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂമി ആൻഡ് കേരള. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കിലോ ചെമ്മീനാണ്. ഇത് തൊലി കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വിധം മുകളിലത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു 2 കഷ്ണം കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി കീറി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ചെമ്മീൻ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ചെമ്മീനിൽ നന്നായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെമ്മീൻ റോസ്റ്റിനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് ഒരു 2 വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഇന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള പൊരിഞ്ഞ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഓയിൽ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മസാലയൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനകത്ത് അല്പം വെള്ളമൊക്കെ ആവും, അതൊക്കെ നന്നായിട്ട് വറ്റിച്ച് നമുക്ക് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്